അസ്സലാമു നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ മലപ്പുറം പാങ്ങ് ചേണ്ടി എന്ന സ്ഥലത്താണ്. എനിക്ക് 10-18 വർഷം പോലായിട്ട് വിട്ടുമാറാത്ത തലവേദന ആയിരുന്നു, മൈഗ്രെയിൻ്റെ. ഞാൻ ഒരുപാട് ഡോക്ടറെ കണ്ടിട്ടുണ്ട്. നമ്മളെ വളാഞ്ചേരി കുളമംഗലത്തുണ്ടായിരുന്നു ഒരു ആലിയമ്മ ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ അദ്ദേഹം മരിച്ചു കിട്ടോ, നല്ല ഡോക്ടറായിരുന്നു. പക്ഷെ മൂപ്പരടുത്ത് പോയിട്ട് ഞാൻ കുറേ മരുന്ന് കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഗുളിക കുടിക്കുമ്പോഴൊക്കെ മാറും. ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. പക്ഷേ ഗുളിക കൂടി നിർത്തി ഒരാഴ്ച കഴിഞ്ഞ് അതേമാതിരി ആ തലവേദന വീണ്ടും വരും കേട്ടോ. എനിക്ക് ഈ തലേൻ്റെ 2 സൈഡിൽ കൂടെ വേദന ഒരു സഞ്ചാരം വന്നിട്ട് തല ഇങ്ങനെ വെട്ടിപ്പൊളിക്കണ മാതിരിയായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും വലിയ സഞ്ചാരമായിരുന്നു. കിടന്ന് പേടിയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് വിക്സ് തേച്ചിട്ട് നല്ല തണുത്ത വെള്ളം, ഐസും വെള്ളം വെച്ച് തുണി നനച്ചിട്ട് തല നെറ്റി കെട്ടിയിട്ടായിരുന്നു ഞാൻ കിടന്നുറങ്ങിയിട്ടൊക്കെ. അത്രയും സങ്കടമായിട്ട് കരഞ്ഞിട്ട് ഞാൻ കിടന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെ. എന്നിട്ട് പിന്നെ ഞാൻ പെരിന്തൽമണ്ണ ഒരു തലൻ്റെ ഡോക്ടറെ കാണിച്ചു, വേറെ ഡോക്ടറെ കാണിച്ച്. ആ ഡോക്ടറെ മരുന്ന് ഒരു 4-5 മാസം ഞാൻ കുടിച്ചിരിക്കണം. കുടിക്കുമ്പോൾ മാറും. ആ മരുന്നാണ് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കുടി നിർത്തിയാൽ 5-ാം ദിവസം പിന്നെയും തലവേദന തുടങ്ങും. അതിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു നിബിത മൈഗ്രെയിൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ കണ്ടു. ഇതാണ് കേട്ടോ. ഇതിപ്പോൾ യൂസ് ചെയ്യൽ തുടങ്ങി. ഇപ്പം ഞാൻ നാട്ടിലില്ല, കുവൈത്തിലാണ്. ഇപ്പം ഞാനിത് കുവൈത്തേക്ക് എൻ്റെ സുഹൃത്ത് വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് തിരൂർക്കാണ്, മുത്തൂർക്ക്. അപ്പോൾ അവൾക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവൾ മരുവാനും പോയിട്ട് മേടിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുത്തയച്ചു കേട്ടോ. ഇത് തേച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ആക്കുണ്ട് കേട്ടോ തലവേദനക്ക്. 18 വർഷമായിട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെതാണ്. പക്ഷേ ഇപ്പം ഇത് തേച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ആക്കുണ്ട് തലവേദനക്ക്. ഇപ്പം ഇത് യൂസ് ചെയ്താൽ അവരെന്നോട് രാവിലെ തേക്കാനാണ് പറഞ്ഞത്. രാവിലെ നമുക്കിവിടെ തേക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ 5 മണി മുമ്പോക്കിന് തന്നെ പുറത്ത് നല്ല വെയിലാവും, ചൂടാവും. പിന്നെ വണ്ടി കഴുകാനൊക്കെ പുറത്തേക്ക് പണിക്കിറങ്ങുമ്പോൾ തല വേർക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയാണ് തേക്കൽ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളി. അപ്പോൾ എനിക്ക് ഒരു 10-25 ദിവസമായിട്ട് നല്ല ആക്കുണ്ട്. തലവേദന പറഞ്ഞ സാധനം പിന്നെ ഉണ്ടായിട്ടില്ല. എത്ര വെയിലും ഉണ്ടാലും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല തലവേദന. ഞാനിപ്പോൾ 2 ബോട്ടിലും പാട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം എൻ്റെ കൂട്ടുകാരും വരുന്നുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ മേടിച്ചോളി. നല്ല റിസൾട്ടാണ്. ഓക്കെ. തലവേദന കൊണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നം കൊണ്ട്, കഫം കെട്ട്, നീർക്കെട്ട്, ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് തലവേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ചോളി കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇത് ഞാനിപ്പോൾ കുവൈത്തിലാണ്. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി. അവളെ പേര് നസ്മിയ എന്നാണ്, തിരൂരാണ്. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പറഞ്ഞുതരും. എനിക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ ഇപ്പോൾ അത് 1-1.5 മാസം പോലെ യൂസ് ചെയ്യണു. എനിക്ക് നല്ല ആക്കുണ്ട്. ഞാൻ 18 വർഷമായിട്ടിലേറെ ഞാൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടണം. എനിക്ക് നല്ല റിസൾട്ടാണ്, നല്ല ആക്കുണ്ട്. അപ്പോൾ വേണ്ടവർ ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, മേടിച്ചോളി കേട്ടോ. നല്ല ആക്കുണ്ട്. ഞാനത് ഉപയോഗിക്കൽ തുടങ്ങിയതിന് ശേഷം നല്ല റിസൾട്ടാണ്. എനിക്ക് പിന്നെ ഒരു 10-25 ദിവസമായിട്ട് തീരെ തലവേദന തന്നെ അല്ല. ഇപ്പോൾ വേറെ നമ്പറാണ്, നസ്മിയ എന്ന് പറഞ്ഞ ആളെ നമ്പറാണ്. നോട്ട് ചെയ്തോളി. എന്താണ് 80 86 599 945 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച റിസൾട്ട് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ. ഞാൻ അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചതിൻ്റെ ആളാണ്. ഇപ്പം ഞാൻ നല്ല വേർക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ് കുവൈത്തിൽ, പിടുത്തം പിട്ട ചൂടാണ്. എന്നിട്ട് ഞാൻ അത്ര വേർത്തിട്ട് എനിക്ക് ആ തലവേദന ഇതുവരെ വന്നിട്ടില്ല. മറ്റേ ചെറിയൊരു വേദന വരെ, ചെറിയ ടെൻഷൻ വരുമ്പോഴേക്കും തന്നെ പിടുത്തം പിട്ട തലവേദന, തല വെട്ടിപ്പൊളിക്കണ മരക്കത്തുള്ള തലവേദന ആയിരുന്നു. ഇപ്പം എനിക്ക് നല്ല റിസൾട്ട്, നല്ല ആക്കുണ്ട്. 100ക്ക് 100 95% എനിക്കിപ്പോൾ തലവേദനക്ക് ആക്കുണ്ട്. അപ്പോൾ ഞാൻ 2 ബോട്ടിലൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം എൻ്റെ കൂട്ടുകാരൻ ഗൾഫത്തേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, കുവൈത്തേക്ക്, ഒറ്റപ്പാലത്തുള്ള. അവനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്.